അപ്പോൾ HSA മാത്സിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റിയുടെ കുറച്ച് ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് പോയി ഒന്ന് കാണേണ്ടതാണ്. ഇനി ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് കണ്ടീഷൻ പ്രോബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേസ് തിയറം ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടി ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടുകൂടി പ്രോബിലിറ്റി ഓൾമോസ്റ്റ് നമ്മുടെ കവറായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 8 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 8 ചോദ്യങ്ങളും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ശേഷം മാത്രം ആൻസേഴ്സ് കാണുക കേട്ടോ. അതോടുകൂടി ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ ഒന്നും കൂടി പഠിക്കേണ്ടതെന്നും പഠിച്ചതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ എന്നൊക്കെ ഓക്കെ ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ സമയമൊക്കെ നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആൻസേഴ്സിലേക്ക് കിടക്കാം. ഒരു സഞ്ചിയിൽ 10 വെള്ളപ്പന്തുകളും 6 കറുത്ത പന്തുകളുമുണ്ട്. വീണ്ടും തിരിച്ചു വയ്ക്കാതെ ഓരോന്നായി 4 പന്തുകൾ എടുക്കുന്നു. വ്യത്യസ്ത നിറങ്ങളുള്ള പന്തുകൾ മാറി മാറി കിട്ടാനുള്ള സംഭാവ്യത ഏത്? അപ്പോൾ ഇവിടെ നോക്കി, വ്യത്യസ്ത നിറങ്ങളുള്ള പന്തുകൾ മാറി മാറി കിട്ടണം അല്ലേ? അപ്പോൾ ആദ്യം വൈറ്റ് എടുത്താൽ പിന്നെ ബ്ലാക്ക്, പിന്നെ വൈറ്റ്, പിന്നെ ബ്ലാക്ക്, ഇങ്ങനെ ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ എത്ര തരത്തിൽ എടുക്കാം? 2 തരത്തിലാണ്. ആദ്യം വൈറ്റ് ബ്ലാക്ക്, വൈറ്റ് ബ്ലാക്ക്, അല്ലെങ്കിൽ എങ്ങനെ കിട്ടാം? ബ്ലാക്ക് വൈറ്റ്, ബ്ലാക്ക് വൈറ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും സംഭാവ്യത കണ്ടുപിടിക്കണം. അപ്പം ആദ്യം വൈറ്റ് ബ്ലാക്ക് ആണെങ്കിലോ, അപ്പോൾ ടോട്ടൽ നമുക്ക് ഇവിടെ 10 + 6 ടോട്ടൽ 16 എണ്ണം ഉണ്ട് അല്ലേ? അതിൽ 16 എണ്ണത്തിൽ 10 എണ്ണം വൈറ്റും 6 എണ്ണം ബ്ലാക്കും ആണുള്ളത്. 6 എണ്ണം ബ്ലാക്കും ആണുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ വൈറ്റ് ആദ്യം എടുക്കുകയാണെങ്കിൽ 10/16, 16ൽ 10 എന്നുള്ള ചാൻസ്. പിന്നെ ബ്ലാക്ക് രണ്ടാമത് വരണം എന്നുണ്ടെങ്കിലോ, പിന്നുള്ളത് ബ്ലാക്കിന് എത്ര ചാൻസ് ഉള്ളത്? 6 ആണുള്ളത്. അപ്പോൾ 16ൽ നിന്ന് ഒരെണ്ണം ഓൾറെഡി നമ്മളുടെ കയ്യിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇവിടെ എത്ര എണ്ണം വരും? 15 എണ്ണം വരുള്ളൂ. അപ്പോൾ ഈ 15ൽ എത്ര ചാൻസ്? 6. ഇനി മൂന്നാമത് എടുക്കുകയാണെങ്കിലോ, നമ്മൾ വീണ്ടും ഒരെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബാക്കി എത്ര എണ്ണം വരും? 14. അപ്പോൾ 14 എന്നിട്ട് വൈറ്റ് ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ 10ൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ബാക്കി എന്ത് വരും? 9. അപ്പോൾ 9/14. അതുപോലെ ബ്ലാക്ക് കിട്ടാൻ എന്ത് ചെയ്യും? അത് 3 എണ്ണം എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ബാക്കി 13 ആണുള്ളത്. ഇപ്പോൾ 13ൽ 6ൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 5. അപ്പോൾ 5/13. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതെല്ലാം കൂടി കിട്ടാനുള്ള ചാൻസ് നോക്കും. അപ്പോൾ 10/16 ഇൻറ്റു 6/15 ഇൻറ്റു 9/14 ഇൻറ്റു 5/13. ഓക്കെ, ഇനി രണ്ടാമത്തെ സെൻസ് ഒന്ന് നോക്കാം. ബ്ലാക്ക് വൈറ്റ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ സെയിം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്കിനാണെങ്കിൽ ബ്ലാക്ക് എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 6/16. പിന്നെ വൈറ്റ് കിട്ടുകയാണെങ്കിൽ 10/15. പിന്നെ ബ്ലാക്ക് കിട്ടുകയാണെങ്കിൽ 5/14. വൈറ്റ് കിട്ടുകയാണെങ്കിൽ 9/13. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് ഏകദേശം എല്ലാം കൂടി നമ്മളൊന്ന് ഗുണിച്ച് നോക്കുന്നു. നമുക്ക് 45/728 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി ഏകദേശം നമുക്ക് എന്തെന്നെ കിട്ടും? ഇത് തന്നെയാണ് ഇവിടെയും വരാം കേട്ടോ, 45/728. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 90/728. അതിനൊന്ന് ചെറുതാക്കി വരുമ്പോൾ 45/364 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു റേഡിയോയുടെ ഗുണമേന്മ പരിശോധന പ്രക്രിയയിൽ 2 ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ തകരാറുള്ള റേഡിയോ കണ്ടെത്താനുള്ള സംഭാവ്യത 0.7ഉം രണ്ടാമത്തേതിൽ 0.8ഉം ആണ് എങ്കിൽ തകരാറുള്ള റേഡിയോ വിൽപ്പനയ്ക്ക് വേണ്ടി പെട്ടിയിലാക്കാനുള്ള സാധ്യത. അപ്പോൾ തകരാറുള്ള റേഡിയോ വിൽപ്പനയ്ക്ക് വേണ്ടി പെട്ടിയിലാക്കി എന്ന് വെച്ചാൽ ഈ 2 ഘട്ടത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിലും കണ്ടെത്തിയില്ല, രണ്ടാമത്തെ ഘട്ടത്തിലും കണ്ടെത്തിയില്ല, അങ്ങനെയല്ലേ വരുള്ളൂ. ഇവിടെ തന്നിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേജിൽ കണ്ടെത്താനുള്ള സാധ്യത 0.7ഉം രണ്ടാമത്തേൽ 0.8ഉം ആണ്. അപ്പോൾ ഒന്നാമത്തേൽ കണ്ടെത്താതിരിക്കണമല്ലോ, എങ്കിലല്ലേ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി ആക്കുള്ളൂ. അപ്പോൾ നോട്ട് ഡിഫക്റ്റീവ് എങ്ങനെ കണ്ടെത്താതിരിക്കാനുള്ള സാധ്യത എന്താണ്? 1. അതിൽ നിന്ന് ടോട്ടൽ പ്രോബിലിറ്റി നമ്മൾ കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ 0.3 എന്ന് കിട്ടി. രണ്ടാമത്തെ സ്റ്റേജിലും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ എന്ത് വരും? 1ൽ നിന്ന് 0.8 കുറച്ച് വെക്കാം. അപ്പോൾ 0.2 വന്നു.
ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, 2 സ്റ്റേജും കടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടലായിട്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ 0.3 × 0.2 എന്ന് പറയുന്നത് 0.6 എന്ന് വന്നു. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഇതിൽ 30% പേർ ഗണിതത്തിലും 20% പേർ കെമിസ്ട്രിയിലും 10% പേർ ഗണിതത്തിലും കെമിസ്ട്രിയിലും പരാജയപ്പെട്ടിട്ടുണ്ട്. അനിയതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടി കെമിസ്ട്രിയിൽ പരാജയപ്പെട്ടതാണെങ്കിൽ ആ കുട്ടി ഗണിതത്തിൽ കൂടി പരാജയപ്പെട്ടതാകാനുള്ള സംഭാവ്യത കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ കെമിസ്ട്രിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അത് കുട്ടി ഗണിതത്തിൽ കൂടി പരാജയപ്പെടാനുള്ള, അപ്പോൾ ഏകദേശം ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലെ, അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനുള്ള സമവാക്യമൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഓരോ ഇവന്റ് പോലെ എഴുതാണ്. അപ്പോൾ മാത്സിൽ ഫെയിൽ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് എം എന്ന് കൊടുത്തു. അത് കെമിസ്ട്രിയിൽ ഫെയിൽ ചെയ്യാനുള്ള സാധ്യതയ്ക്ക് നമ്മൾ സി എന്ന് കൊടുത്തു. ആൻഡ് ആ പ്രോബിലിറ്റി ഓഫ് എം, അപ്പോൾ മാത്സിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് അവർ തന്നിട്ടുണ്ട് 30% ആണ്. 30% എന്ന് പറയുന്നത് 30% എന്ന് പറയുന്നത് 0.3. അതുപോലെ പ്രോബിലിറ്റി ഓഫ് സി എന്താ വരിക, കെമിസ്ട്രിയിൽ ഫെയിൽ ആകാനുള്ള ചാൻസ് 20 ആണ്. അപ്പോൾ 20/100 ചെയ്യുമ്പോൾ നമുക്ക് 0.2 കിട്ടും. ഇനി രണ്ടിലും കൂടി പരാജയപ്പെടാനുള്ള ചാൻസ് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്, 10%. അപ്പോൾ എം ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 0.1 ഒക്കെ ആണല്ലോ, അതായത് 10/100 അത് ചെയ്തതാണ് 0.1. ഇനി നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടീഷൻ പ്രോബിലിറ്റി പി ഓഫ് m/c എന്ന് പറയുന്നത് പി ഓഫ് എം ഇൻ്റർസെക്ഷൻ സി ഡിവൈഡ് ബൈ പി ഓഫ് സി ആണ്. എം ഇൻ്റർസെക്ഷൻ സി 0.1/0.2. അപ്പോൾ ഈസി ആയിട്ട് കിട്ടും അല്ലേ, 1/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ എന്ത് കറക്റ്റായിട്ട് വരുന്നത്. 6 ചുവപ്പും 4 കറുപ്പ് പന്തുകളും രണ്ടാമത്തെ സഞ്ചിയിൽ 4 ചുവപ്പും 6 കറുപ്പ് പന്തുകളും മൂന്നാമത്തെ സഞ്ചിയിൽ 5 ചുവപ്പും 5 കറുപ്പും പന്തുകളും ഉണ്ട്. ഒരു സഞ്ചി അനിയതമായി തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ഒരു പന്ത് എടുക്കുന്നു. ഇത് ചുവന്ന പന്താണെങ്കിൽ ഒന്നാമത്തെ സഞ്ചിയിൽ നിന്നാകാനുള്ള സംഭാവ്യത കാണുക അല്ലെ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ബേസ് തിയറം അടിസ്ഥാനപ്പെടുത്തി വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷനൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു സഞ്ചിയിൽ 6 ചുവപ്പ് 4 കറുപ്പ് ആണല്ലോ. അപ്പോൾ നമുക്ക് ബേസ് തിയറം എഴുതുമ്പോൾ എന്താണ്, ഓരോ ഇവൻറ്റും എടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സഞ്ചിയുണ്ട്, 2 സഞ്ചികളുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ 3 സഞ്ചികൾ. അപ്പോൾ ഫസ്റ്റ് ബാഗിന് B1 എന്ന് കൊടുത്തു, സെക്കൻഡ് ബാഗിന് B2 ആൻഡ് തേർഡ് ബാഗിന് B3 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എടുക്കേണ്ടത് എന്താണ്, ചുവന്ന പന്താണ്. ചുവന്ന പന്ത് എടുക്കുന്നതിനുള്ളത് നമ്മൾ 6 എന്ന് കൊടുത്തു. ചുവന്ന പന്ത് എടുക്കുന്നതിന് 6 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഓരോ ബാഗിൻ്റെ പ്രോബബിലിറ്റിക്ക് എന്താണ്, 3 ബാഗുണ്ട്, അപ്പോൾ അതിലൊന്ന്, അപ്പോൾ 1/3 ആണ് ഓരോ ബാഗിൻ്റെയും പ്രോബബിലിറ്റി. ഇനി 6 എടുക്കാനുള്ള B1 നിന്നാണ്, അതായത് ബാഗ് 1 നിന്നാണ് നമ്മൾ റെഡ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ബാഗ് 1 നമുക്ക് എത്ര ഉണ്ട്, 6 ഉണ്ട് അല്ലേ. 6 റെഡ് ഉണ്ട്. ടോട്ടൽ എത്രയാണ്, 6ഉം 4ഉം 10. അപ്പോൾ 10/6 എന്നാണ് ഫസ്റ്റിൽ വരിക. ആൻഡ് രണ്ടാമത്തേൽ നിന്നാണെങ്കിലോ, രണ്ടാമത്തേൽ 4 ചുവപ്പ് ഉണ്ട്. പിന്നെ ടോട്ടൽ അവിടെ എത്രയാണ്, 4 ചുവപ്പ് 6 കറുപ്പ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടലും 10 തന്നെ. മൂന്നാമത്തെ ആണെങ്കിലോ 5 ചുവപ്പും 5 കറുപ്പും, 5 ചുവപ്പും 5 കറുപ്പും. അപ്പോൾ ഇവിടെയും ടോട്ടൽ 10 തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ ബാഗിൽ 5/10 എന്ന് വരും. അപ്പോൾ ആ പ്രോബബിലിറ്റികൾ കിട്ടി. ഇനി ബേസ് തിയറം അറിയാലോ, അത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. എന്താണ് ബേസ് തിയറം? P of V/R = P of R/B1 into P of B1 divided by P of R/B1, P of B1 plus P of R/B2, P of B2 plus P of R/B3, P of B3. പഠിക്കാൻ എളുപ്പമാണ്. ആദ്യമോ എല്ലാതും ഏകദേശം അറിയുന്ന ടേംസ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടി അപ്ലൈ ചെയ്ത് നോക്കുക അല്ലേ, എല്ലാം അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2/5 എന്നാണ് ലാസ്റ്റ് ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ 2/5 നോക്കുക, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഒരു സഞ്ചിയിൽ 4 വെള്ളയും 3 കറുപ്പും പന്തുകളുണ്ട്.
എടുത്ത പന്ത് തിരിച്ചു വയ്ക്കുന്ന രീതിയിൽ 2 പന്തുകൾ വീതം 2 തവണയായി എടുക്കുന്നു. ഒന്നാമത്തെ തവണ 2 വെള്ളപ്പന്തുകളും രണ്ടാം തവണ 2 കറുപ്പ് പന്തുകളും ലഭിക്കാനുള്ള സംഭാവ്യത എന്ത് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു സഞ്ചിയിൽ 4 വൈറ്റ് ഉണ്ട്, 3 ബ്ലാക്ക് ഉണ്ട്. എടുത്ത പന്ത് തിരിച്ചു വയ്ക്കുന്ന രീതിയിൽ 2 പന്തുകളാണ്, അപ്പോൾ റീപ്ലേസ്മെന്റ് അവിടെ വരുന്നുണ്ട്. 2 പന്തുകൾ വീതം 2 തവണയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 2 വെള്ളപ്പന്ത് കിട്ടണം, രണ്ടാം തവണ 2 കറുപ്പ് പന്തുകൾ കിട്ടണം. എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് എടുക്കുമ്പോൾ 2 വെളുത്ത പന്ത് കിട്ടാനുള്ള ചാൻസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് വരും? ആദ്യം 4 ഉണ്ട്, ടോട്ടലിൽ നോക്കുമ്പോൾ അവിടെ 7 ആണ് വരുന്നത്. ഇനി അത് നമ്മുടെ കയ്യിലുണ്ടേ, അപ്പോൾ ബാക്കി അവിടെ എത്ര വന്നു? 6 അല്ല ബാക്കി വരുന്നത്. ആ 6ൽ 4 വൈറ്റ് ആദ്യം എടുത്തു, അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? സോറി, ഒരു വൈറ്റ് ആദ്യം എടുത്തു, ബാക്കി വൈറ്റുകൾ 3 എണ്ണമാണ്. അപ്പോൾ 4/7 ഇൻറ്റു 3/6, അപ്പോൾ നമുക്ക് 2/7 അവിടെ കിട്ടും. ഇനി അതെല്ലാം നമ്മൾ തിരിച്ചാ പക്കറ്റിക്ക് ഇട്ടു, എന്നിട്ട് വീണ്ടും ആണ് എടുക്കുന്നത്. രണ്ടാം തവണ 2 ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ് നോക്കുകയാണെങ്കിൽ ബാക്കി ബ്ലാക്ക് കൂടെ എത്ര ഉണ്ട്? 3. അപ്പോൾ 3/7 ഇൻറ്റു അത് ഒരെണ്ണം കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇനി 2 എണ്ണം ഉള്ളൂ. അപ്പോൾ 4 × 5 6 എണ്ണം ഉള്ളൂ. അപ്പോൾ 6ൽ നിന്ന് 2 ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ഗുണിക്കുമ്പോൾ നമുക്ക് 1/7 അല്ലേ? ഒന്നുമില്ല, ഇത് 2 6ൽ 3 വട്ടം പോയി, 3 വെട്ടിപ്പോയി, അങ്ങനെ 1/7 ഓക്കെ ആണല്ലോ. ഇനി ടോട്ടൽ നമ്മൾ കാണുന്നു. അപ്പോൾ 2/7 ഇൻറ്റു 1/7 നമുക്ക് എന്ത് കിട്ടും? 2/49 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു പാത്രത്തിൽ 3 പച്ച പന്തുകളും 5 ചുവന്ന പന്തുകളും ഉണ്ട്. മറ്റൊരു പാത്രത്തിൽ 2 പച്ചയും 1 ചുവന്നതും 2 മഞ്ഞ പന്തുകളും ഉണ്ട്. ഒരു പാത്രം അനിയതമായി തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് ഒരു പന്ത് എടുക്കുകയും ചെയ്യുന്നു എങ്കിൽ പച്ചപ്പന്ത് ലഭിക്കാനുള്ള സംഭാവ്യത എന്ത് എന്നതാണ് ചോദ്യം. അപ്പോൾ 5 റെഡ് 3 ഗ്രീന് ആണ് ഒരു പാത്രത്തിലുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 5ഉം 3ഉം കൂട്ടിയാൽ ഇവിടെ എത്ര വരും? ടോട്ടല് 8 ആണ് വരുന്നത്. 5ഉം 3ഉം 8. അപ്പോൾ അവിടെ ഗ്രീനിന്റെ സാധ്യതയാണ് അവിടെ നമുക്ക് കണ്ടത് അല്ലെ. പച്ചപന്ത് ലഭിക്കാനുള്ള സംഭാവ്യത അല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നെങ്കിൽ ഫസ്റ്റ് ബാഗിൽ നിന്ന് സെക്കൻഡ് ബാഗിൽ നിന്ന്, അതൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ ടോട്ടൽ 8, അതിൽ ഗ്രീൻ കിട്ടാനുള്ള സാധ്യത 3/8 ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ബാഗിന്റെ കേസ് 2, 3, 2, 5 ടോട്ടൽ ബോൾ അവിടെ 5 ഉണ്ട്, അതിന് ഗ്രീൻ കിട്ടാനുള്ള സാധ്യത 2/5 ഓക്കെ ആണല്ലോ. അവിടെ 2 ബാഗ് ഉണ്ട്. അപ്പോൾ ഓരോ ബാഗും നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലേ. അപ്പോൾ ഒരു പാത്രം തിരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ഇനി പച്ച പന്ത് ലഭിക്കാനുള്ള സാധ്യത നോക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 1/2 ഇൻറ്റു ആദ്യത്തെ ബാഗ്, അപ്പോൾ 3/8 പ്ലസ് 1/2 ഇൻറ്റു 2/5. ഈ പ്ലസും ഇൻറ്റും വരുന്നത് എന്താണെന്ന് അറിയില്ലേ? പ്ലസ്, അതായത് ഓർ വരുമ്പോഴാണ് നമ്മൾ ഈ പ്ലസ് ഇടുക കേട്ടോ. അല്ലെങ്കിൽ അങ്ങനത്തെ ടേംസ് നമ്മൾ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഫസ്റ്റ് ബാഗ് അപ്പോൾ നമ്മൾ പ്ലസ് ഇട്ടു, അല്ലെങ്കിൽ സെക്കൻഡ് ബാഗ് അപ്പം നമ്മൾ പ്ലസ് ഇടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഇവിടെ എന്ത് കിട്ടും? 1/2 ഇൻറ്റു 3/2 1/2 കോമൺ ഉണ്ട്, പുറത്തേക്ക് എടുക്കുമ്പോൾ 3/8 പ്ലസ് 2/5. അപ്പോൾ നമുക്കത് എന്താ ആൻസർ കിട്ടും? 31/18. അപ്പം ഇവിടെ ഓപ്ഷൻ എ ആണ് ഇവിടെ എന്ത് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ചീട്ട് എടുത്ത് തിരിച്ചു വെച്ചതിന് രണ്ടാമത്തെ ചീട്ട് എന്ന രീതിയിൽ ഒരു പാക്കറ്റ് ചീട്ടിൽ നിന്നും 2 ചീട്ടുകൾ എടുക്കുന്നു. ഒന്നാമത്തേത് ഡയമണ്ടും അടുത്തത് രാജാവും ആകുന്നതിനുള്ള സംഭാവ്യത കണ്ടുപിടിക്കുക. ഒരു ചീട്ട് എടുത്ത് തിരിച്ചു വെച്ചതിന് രണ്ടാമത്തെ ചീട്ട് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അവിടെ റീപ്ലേസ്മെന്റ് നടക്കുന്നില്ല, ഒരെണ്ണം എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതറിയണമെന്നുണ്ടെങ്കിൽ ചീട്ടുകളെ കുറിച്ച് ഒരു ധാരണ വേണം അല്ലെ. ചീട്ടുകളെ കുറിച്ച് ഏകദേശം ധാരണയുണ്ടോ? അതായത് ടോട്ടൽ കാർഡ്സ് എത്രയാണ്? 52 എണ്ണമാണ്. അപ്പം അതിൽ 4 എണ്ണം ഉണ്ട്, സ്പേഡ്, ക്ലബ്ബ്, ഡയമണ്ട്, ഹാർട്ട്, അങ്ങനെ 4 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നിലും ഓരോ കിങ് ഉണ്ട്, ഓക്കെ, ക്വീൻ ഉണ്ട്, ജാക്ക് ഉണ്ട്, ഏസ് ഉണ്ട്, പിന്നെ 2 തൊട്ടിട്ട് 10 വരെയുള്ള കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിലും 13 കാർഡ്സ് വീതമാണ് ഉള്ളത്. അപ്പോൾ ഈ സെക്ഷനൊക്കെ ഒന്ന് എഴുതി വെക്കുക, ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയമണ്ട്, ഒന്നാമത്തേത് ഡയമണ്ട്. അപ്പോൾ ഡയമണ്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഡയമണ്ടിന്റെ സെക്ഷൻ നോക്കുക. ഇപ്പോൾ ടോട്ടൽ 13 എണ്ണമാണ്. ഇപ്പോൾ 13/52. ഇനി
കിങ് കിട്ടാനുള്ള ചാൻസ് എന്താ? കിങ് നോക്കാം, ഓരോന്നിലും ഓരോ കിങ്ങുകളാണ്. അങ്ങനെ ടോട്ടൽ 4 കിങ്ങുകൾ. ഇപ്പൊ 4/52. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കിട്ടണം? ഡയമണ്ട് ആദ്യം കിട്ടണം, പിന്നെ കിങ് കിട്ടണം. ഇപ്പൊ ഡയമണ്ട് ആദ്യം കിട്ടണം ആൻഡ് എന്നുള്ള രീതിക്കാണ് അവിടെ വരുന്നത്, ഓർക്കുന്നുണ്ടോ? ഓർ ആണെങ്കിൽ പ്ലസ്, ആൻഡ് ആണെങ്കിൽ അവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 13/52 ഇൻറ്റു 4/52. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നേരിട്ട് ഗുണിച്ച് ഹരിച്ച് നിൽക്കാതെ വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ 13/52 4 വട്ടം, ഈ 4 വെട്ടിപ്പോയിട്ട് 1/52 എന്നുള്ളത്. അടുത്ത ചോദ്യം, P(a)/b = ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതായത് കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അറിയാലോ. P(a)∩B / P(b) ആണ് ഇവിടെ എന്ത്? കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ചോദ്യങ്ങൾ എല്ലാതും ചെയ്ത് എത്ര ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ കൂടുതൽ മോക്ക് ടെസ്റ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മാർക്ക് എത്ര കിട്ടിയെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.